ചേട്ടാ അല്ലെ സാറേ, ഇന്നപോലെ നിങ്ങൾ അന്ന് ലോൺ അടിച്ച് പോയി സാറിനൊരു പേഴ്സണൽ ലോണ് ഒരു 1,50,000 രൂപ പാസ്, എൻ്റെ കുളിര് കോരിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പം അതുപോലെ എന്നെ കോരിത്തരിച്ചുകൊണ്ട് നിൽക്കുക. ആ 1,50,000 രൂപ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിരിക്കുന്നത്, ചോറിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ എന്നെ പ്രവർത്തിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ സമയം ഞാൻ ശരി ഇന്ന് തന്നെ ആളെ ഞങ്ങൾ വിടാം, അപ്പം താല്പര്യമുണ്ട്, ഇന്ന് തന്നെ നമുക്ക് ആ ലോൺ ശരിയാക്കാമെന്ന് പറയുകയും ഞാൻ ശരി ഞാൻ വിളിക്കാം, ഇപ്പം വിളിക്കാം, എന്നെ പറയണമെന്ന് പെട്ടെന്ന് അറിയത്തില്ല. അമ്മയോട് ആലോചിച്ചപ്പോൾ അമ്മ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു. ഉടനടി തന്നെ അവരൊരു 3 മണിക്കൂർ 4 മണിയൊക്കെ ആയപ്പോൾ അവർ വന്ന് ലോൺ പാസ്സായി 9:30 അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി. അപ്പം സ്വന്തമായി ഒരു ഭവനം നൽകണമെന്ന് ഞാൻ 2-3 ദിവസം നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അപ്പോൾ ഒരു മണ്ണ് വാങ്ങാനായിട്ട് പൈസയില്ല. അപ്പം ഞാൻ പറയുക സ്വന്തമായിട്ട് ഭവനം നൽകണമെന്ന്. ആ ഭവനം നൽകുവാൻ, ആ മണ്ണ് വാങ്ങാൻ ആദ്യം എൻ്റെ അമ്മ എനിക്ക് പൈസ തന്നു. ആ മണ്ണ് വാങ്ങുന്ന ആ പൈസയിലൂടെ തന്നെ ഈ പൈസ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അതിന് ശേഷമാണ് ഞാൻ പോയി കൃത്യമായ രീതിയിൽ ആ പൈസ കൊടുത്ത് ഞാൻ ഈ സ്ഥലം വാങ്ങുകയും ഇപ്പോൾ ആ സ്ഥലം വാങ്ങിയതിൻ്റെ അവിടെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ഒരു തറമണിയും കൂടെ അതിഗംഭീരമായി തീർന്നിരിക്കുകയാണ്. ഒരു 520 സ്ക്വയർ ഫീറ്റ് രീതിയിൽ അത്രത്തോളം അമ്മ എന്നെ നടത്തി. അതൊരു അനുഗ്രഹപരമായി. ഇപ്പം ഞാൻ 3-ാം തവണയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇത് ഇത്ര വലിയ സാക്ഷ്യമാണെന്നോ എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലും അറിയില്ല. എങ്കിൽ പോലും ഞാൻ സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞു നിനക്കത് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ അമ്മ എനിക്ക് ഒരുക്കുന്നത്